Hello guys, TALKS മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി കണ്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് 2 ആഴ്ച അല്ലെങ്കിൽ 9 ദിവസം കിട്ടാണ്ടല്ലേ, ആവശ്യമാക്കി ലോക്ക്ഡൌൺ 9 ദിവസത്തേക്കുള്ള എല്ലാ കണ്ടന്റും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒഴിവ് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതേ വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഈ കണ്ടന്റ് ഓൾറെഡി ഒന്ന് സൂചിപ്പിച്ചതായിരുന്നു. കണ്ടന്റ് എന്തോ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അപ്ഡേഷൻ പോലെ സെൻട്രൽ ലോക്കിന്റെ കൂടെ അപ്ഡേഷൻ വരാന്ന് പറഞ്ഞത്. അങ്ങനെ ഏതൊരു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, പിന്നെ അതിന് ശേഷം ചെയ്യാൻ പറ്റിയില്ല. അതാണ് സംഭവിച്ചത്. അതായത് നമ്മുടെ ഓട്ടോ റോളപ്പ്, അതായത് റിമോട്ടിലേക്ക് കൂടി, അതായത് നമ്മളെ വാഹനത്തിന്റെ റിമോട്ടില്ല, സെൻട്രൽ ലോക്കിന്റെ റിമോട്ടിലേക്ക് കൂടി എങ്ങനെ പവർ വിൻഡോ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് വീഡിയോ കാണിക്കുന്നത് ടോർക്കിന്റെ ഒരു മൊഡ്യൂളാണ് ഓട്ടോ റോളപ്പിന്റെ. നമ്മൾ ഓൾറെഡി ഇപ്പൊ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ടോർക്കിന്റെ സെൻട്രൽ ലോക്ക് വിത്ത് ഫ്ലിപ്പ് കീ. കാരണം ഈ വണ്ടിന്റെ എല്ലാം ഉള്ളത് ഓട്ടോ പവർ വിൻഡോന്റെ സെൻട്രൽ ലോക്ക് എല്ലാം ടോർക്കിന്റെ. അപ്പോൾ അതേ കമ്പനിന്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ പ്ലഗ് ആൻഡ് പ്ലേ ഐറ്റം കിട്ടും. എന്താണ് 3 പിന്ന് മാത്രമേ ഇതിനുണ്ടാവും. ഈ പിന്ന് കൊടുത്താൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നാൽ വേറെ ഇത് ഓരോന്ന് കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്യണം. ബുദ്ധിമുട്ടാവും. സെയിം കമ്പനി തന്നെ നോക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സെൻട്രൽ ലോക്കും പവർ വിൻഡോ ഒരുപോലത്തെ സെൻട്രൽ ലോക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പവർ വിൻഡോന്റെ അതേ മൊഡ്യൂൾ തന്നെ എടുക്കണം. ഇപ്പോൾ വേറെ വണ്ടിയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 800 അല്ലാത്ത ഓൾറെഡി കമ്പനി കിറ്റിൽ വരുന്ന വണ്ടിൻ്റെ ആണെങ്കിൽ ആ വണ്ടിക്ക് അനുസരിച്ചിട്ടുള്ള സാധനം വരുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര പൈസയാണ്. ഇതിപ്പോൾ ഏകദേശം വയസ്സ് കുറവാണ്. ഞാൻ ലാസ്റ്റ് എത്ര പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ചിലവ് എത്ര ആവുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇനി വയറിങ്ങും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരെ വണ്ടിയുടെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ കാശ് ഇതാണ് നമ്മളെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ സാധനമാണ്. ആകതാ ഒരു കൈയിൻ്റെ അത്രയേ ഉള്ളൂ ഈ സാധനം. ഇനി 3 പ്ലഗ് വരും. എന്നാൽ 3 കപ്ലർ ആയിക്ക് ഓൾറെഡി ഉണ്ടാവില്ല. എന്താണ് ഒരു പിന്നെ ഇങ്ങത്തെയും വരും, ഒരു പവറിൻ്റെയും വരും. പിന്നെ വരുന്ന 3 വയറുകളായിരിക്കും. ഒരു പിങ്കും റെഡും, ഒരു പിങ്ക് റെഡ് വയറുണ്ടാവും, ഒരു പിങ്ക് മാത്രം ഉണ്ടാവും, ഒരു ബ്രൗൺ വയറുണ്ടാവും. ഈ ബ്രൗൺ വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഗ്നീഷനിലേക്കാണ് പോവുക. ഇഗ്നീഷനിലേക്ക് പോകുന്നത് പറഞ്ഞാൽ ഇത് ഇഗ്നീഷൻ കട്ടായാൽ മാത്രമേ സാധനം വർക്ക് ചെയ്യൂ. എന്നാൽ താക്കോൽ ഊരി വന്നാൽ മാത്രമേ ഈ മൊഡ്യൂളിലേക്ക് കറണ്ട് പാസ് ചെയ്യൂ. അതുവരെ ഈ സാധനം വർക്കാവില്ല. കറണ്ട് വരുന്നവരെ ഈ സാധനം വർക്കിംഗ് അല്ല. കറണ്ട് ഓഫായാൽ മാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി പൂട്ടി പുറത്തിറങ്ങിയാൽ മാത്രമേ ഇതിൽ റിമോട്ടിൽ ഓഫാക്കാൻ കഴിയൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇഗ്നീഷനിൽ കൊടുക്കുന്നത്. നമ്മൾ താക്കോൽ ഓഫാക്കിയാൽ പിന്നെ ഇതിൽ കറണ്ട് ഉണ്ടാവില്ല. പിന്നെ വരുന്നതാണ് നമ്മളെ പിങ്ക് ആൻഡ് റെഡ്. പിങ്ക് റെഡ് വരുന്ന പറഞ്ഞാൽ നമ്മളെ സെൻട്രൽ ലോക്കിൻ്റെ ബട്ടണിൽ എന്നാൽ സെൻട്രൽ ലോക്കിൻ്റെ മൊഡ്യൂൾ എടുക്കണം. അപ്പോൾ സെൻട്രൽ ലോക്കിൻ്റെ മൊഡ്യൂൾ ഞാൻ കാണിച്ചു തരാം. അതിൽ ലോക്കിംഗ് സ്വിച്ച് ഉണ്ടാവും. ലോക്കിംഗ് സ്വിച്ച് എന്ന് പറയുമ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് കറണ്ട് കടത്തി വിടുന്ന ഒരു വയറുണ്ടാവും. ആ വയറിലാണ് ഈ പിങ്ക് റെഡും കൊടുക്കേണ്ടത്. ഈ പിങ്ക് ഡമ്മിയാണ്, ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് ഒഴിവാക്കി വിട്ടാൽ മതി. പിന്നെ ഇത് പവർ, ഇത് പിന്നെ അതിന് കപ്ലർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പവർ വിൻഡോൻ്റെ മൊഡ്യൂൾ ഉണ്ടാവും. പവർ വിൻഡോക്ക് ഒരു മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂളിൻ്റെ കപ്ലറിലാണ് ഇത് രണ്ടും കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ എവിടെ ഞാൻ കാണിച്ചു തരാം എവിടെ ഉണ്ടാവില്ല ഇതൊക്കെ. നമ്മളെ പവർ വിൻഡോൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ മൊഡ്യൂളൊക്കെ വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം അധികം വണ്ടിൻ്റെ ഈ പവർ ഈ സൈഡിലായിട്ടായിരിക്കും കൊടുക്കൽ. ഇപ്പോൾ നമ്മൾ ഓരോ സർവീസ് സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന പോലെ. ഇപ്പോൾ എൻ്റെ പവർ വിൻഡോൻ്റെ മൊഡ്യൂളൊക്കെ ഞാൻ വലിച്ച് കാണിച്ചു തരാം. ഇതൊക്കെ പണ്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ്, ഒന്നും കൂടി പൊളിച്ചെടുക്കുന്നു എല്ലാം കൂടിയിട്ട് ഇതിലോർത്തു. ഇത് നമ്മളെ സെൻട്രൽ ലോക്കിൻ്റെ മൊഡ്യൂളായിട്ട് വരും. സെൻട്രൽ ലോക്കിൻ്റെ മൊഡ്യൂളിൽ മറ്റേ ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നിലേക്ക് പോകാനുള്ള ഫ്യൂസാണ്. മറ്റേ ഇൻഡിക്കേറ്ററിൻ്റെ റിവേഴ്സ് ലൈനിൻ്റെ ഒക്കെ ഫ്യൂസ് വരും. ഇതാണ് നമ്മളെ സെൻട്രൽ ലോക്ക് എൻ്റെ G99 ആണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഒരു വയർ ഞാൻ എടുക്കണം എന്ന് പറഞ്ഞത്. പിന്നെ വരുന്നത് നമ്മളെ ഇത് പവർ വിൻഡോൻ്റെ മൊഡ്യൂൾ. ഇതാണ് നമ്മളെ പവർ വിൻഡോൻ്റെ മൊഡ്യൂൾ. പവർ വിൻഡോൻ്റെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ ആകെ ഒരു ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കി വലിയ ഫ്യൂസും മുമ്പിലാണ് ഉണ്ടാവില്ല. ഇതിനൊരു എക്സ്ട്രാ വയറുകളൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ, ഒന്ന് കൊടുക്കാത്തൊരു വയറൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതും G99 ആണ്. കണ്ടല്ലോ, ഇതും G99 സാധനമാണ്. ഞാൻ രണ്ടും G99 യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാം G99 എടുക്കുന്നത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്പനിയാണ്, സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ടാണ് നമ്മളിത് എടുക്കുന്നത്. നല്ലൊരു കമ്പനിയാണ്. ഇതാണ് നമ്മളെ മൊഡ്യൂളിൽ 2 വയർ ഞാൻ പറഞ്ഞില്ല. ഈ പിങ്കും റെഡും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ സെൻട്രൽ ലോക്കിൻ്റെ ക്രോസ് ലിങ്ക് ആണെങ്കിൽ ക്രോസ് ലിങ്കിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ ഫസ്റ്റത്തെ ലൈനിൽ പച്ച വയറിലാണ്. കാരണം ഇതാണ് ലോക്കിങ്ങിൽ പോസിറ്റീവ് വയർ എടുത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതിൽ കണക്ഷൻ കൊടുത്ത് നോക്കിയാൽ നേരെ എർത്ത് ബോഡിക്ക് മുട്ടിച്ചിട്ട് പോസിറ്റീവ് ഇതിൽ മുട്ടിച്ച് നോക്കിയിട്ട് ഒരു ബൾബ് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ലോക്ക് ചെയ്യുമ്പോൾ ഇതിൽ പോസിറ്റീവ് കറണ്ട് പാസ് ചെയ്യും. അതാണ് ഈ പോസിറ്റീവ് ലൈന്. ഇതിൽ നിന്നാണ് നമുക്ക് ഒരു ലൈൻ എടുത്തിട്ട് ഇതിന് കൊടുക്കേണ്ടി. എന്ന് പറഞ്ഞാൽ ഈ പിങ്ക് വയർ ഈ പച്ച വയറിൽ ജോയിൻ്റ് അടിക്കണം. പച്ച വയറിൽ ഇവിടെ ജോയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇവിടുന്ന് എവിടെയെങ്കിലും ആയിട്ട് എടുത്താൽ മതി. പിന്നെ ഉള്ള ഒരു വയർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ. ഈ സെൻട്രൽ ലോക്കിലേക്ക് തന്നെ നമ്മൾ ഓൾറെഡി ഒരു ഇഗ്നീഷൻ്റെ ലൈൻ എടുത്തിട്ടുണ്ടാവും. അതാണ് ഈ യെല്ലോ വയർ. സെൻട്രൽ ലോക്കിലേക്ക് യെല്ലോ വയർ ഇഗ്നീഷൻ ആയിരിക്കും. ആ ഇഗ്നീഷനിൽ തന്നെ കൊടുത്താൽ മതി. ജോയിൻ്റ് അടിച്ചിട്ട് കൊടുത്താൽ മതി. എന്നാൽ കീ സിലിണ്ടറിൻ്റെ ബാക്കിൽ നിന്ന് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സെറ്റിൻ്റെ ബാക്കിൽ നിന്നായിട്ട് എടുത്താൽ മതി. അതിപ്പോൾ ഓൾറെഡി ഇവിടെ എടുത്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെയുള്ള 3 വയറുകൾ ഇതാണ്. ബാക്കി വരുന്ന 3 പിൻ ആൻഡ് പ്ലേ സാധനങ്ങൾ. ഈ സാധനം തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പവർ വിൻഡോൻ്റെ കപ്ലർ. ഇതിലാദ്യം വരുന്നത് ഇതാ കണ്ടോളൂ. കുറച്ചൊന്ന് ക്ലിയർ ആക്കി കാണിച്ചു തരാം. ആവശ്യമില്ലാത്ത വയറൊക്കെ അങ്ങോട്ട് പോകും. പവർ വിൻഡോൻ്റെ മൊഡ്യൂൾ മാത്രം ഇങ്ങോട്ട് പോകാം. ഇത് നമ്മളെ പവർ കണക്ഷൻ കൊടുക്കുക. ഇതൊക്കെ ഓൾറെഡി ഇതിലുണ്ടാവും കേട്ടോ. ഇതിൽ തന്നെ ഉണ്ടാവും, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പിന്ന് ഊരിയതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പുറത്തെ തലക്ക് കണക്ഷൻ കൊടുക്കുക, ഒരു സൈഡ് ഇപ്പുറത്തെ തലക്ക് കണക്ഷൻ കൊടുക്കുക.
ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നാണ് നമ്മുടെ ബാക്കി 2 വയർ. ഈ പിങ്ക് ഡമ്മിയാണ് ഞാൻ പറഞ്ഞ്, അതങ്ങനെ തന്നെ വെക്കുക. ഈ 2 വയറിൻ്റെ കണക്ഷൻ കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ബ്രൗൺ വയർ ഇങ്ങോട്ടേക്ക് എക്സ്റ്റൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ജോയിൻറ്റ് ചെയ്യാം. അതുപോലെ പിങ്ക് വയറും ഇവിടെ എക്സ്റ്റൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് രണ്ടും ജോയിൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇത് സംഭവം ഞാനൊരു വീഡിയോക്ക് വേണ്ടി മാത്രം ഊരിയതാണ്. ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത വണ്ടിയായിരുന്നു, ഞാൻ ഊരിയെടുത്തതാണ്. ഇപ്പോൾ ഇത് ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ ബ്രൗണും ജോയിൻറ്റ് ചെയ്ത് വെച്ചാൽ നമ്മളെ കണക്ഷൻ ഫുള്ള് തീർന്നു. പിന്നെ ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ സെൻട്രൽ ലോക്കിൽ സെറ്റ് ചെയ്യൽ മാത്രമാണ്. അത് വളരെ സിമ്പിൾ പരിപാടിയാണ്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വയറിംഗ് ഒക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങളൊക്കെ ഒതുക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ച് കയറ്റണം. ഇപ്പം നമ്മളെ വണ്ടിയിൽ ഓൾറെഡി 3 മൊഡ്യൂളായി. ഒരു മൊഡ്യൂളും കൂടി എക്സ്ട്രാ ആവും. 2 മൊഡ്യൂളിൻ്റെ കൂടെ മോട്ടോർ റോളപ്പിൻ്റെ ഒരു മൊഡ്യൂളും കൂടി വരും. ഇനി നമുക്കിതൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളെ വർക്കൊക്കെ തീർന്നിട്ടുണ്ട്. അതിന് നമുക്ക് കാര്യം കാണാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ പരിപാടിയാണ്. ഡോർ ഇങ്ങനെ അടക്കുക, നമ്മളെ സെൻട്രൽ ലോക്കിൽ ലോക്ക് അങ്ങ് ചെയ്യുക. സാധനം ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് പൊട്ടിപ്പോകും. ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള വീഡിയോ. ഇപ്പോൾ 4 ഡോറും പൊന്തി, ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അപ്പുറത്തെ, അതിന് ശേഷം ഇത്, അങ്ങനെയാണ് നമ്മൾ പൊന്തി വരുന്നത്. 4 ഡോർ സീക്വൻസിലായിട്ട് പൊന്തി വരും. ഏത് ഡോറായാലും അപ്പോൾ നമുക്ക് തുറക്കാം. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ നമ്മൾ AC ഇല്ലാത്ത സമയം ഈ വണ്ടി ഉള്ളിൽ നിന്ന് താക്കോൽ പൂട്ടിക്കാൻ ഓട്ടോമാറ്റിക്ക് പൊന്തില്ല? ഒരിക്കലും ഇല്ല. കാരണം വണ്ടി താക്കോൽ തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എങ്ങനെയും പൊന്തില്ല. കാണിച്ചു തരാം. പൊന്തില്ല, ഇതിങ്ങനെ തന്നെ നിൽക്കും. വണ്ടി ഓട്ടോമാറ്റിക് താക്കോൽ തിരിച്ചാൽ ഇഗ്നീഷനിൽ കറണ്ട് കിട്ടിയാൽ, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, ആ ബ്രൗൺ വയറിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം വർക്ക് ആവില്ല. ബ്രൗൺ വയറിൽ കറണ്ട് പോയാൽ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്യൂ. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ കാശ് നമ്മളെ വീഡിയോ ഒന്ന് തീർന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ G90 വാങ്ങുമ്പോൾ ഒരു 1500 റുപ്യ ആ റേഞ്ചാണ് വരുന്നത്. അത് കിറ്റിൽ വാങ്ങുമ്പോൾ കുറച്ച് വില കുറയും. കിറ്റില്ലാണ്ട് ഒറ്റയ്ക്ക് വാങ്ങുമ്പോൾ 1500 റുപ്യ ആ റേഞ്ച് വാങ്ങും. പിന്നെ അത് ഓരോ വണ്ടിയിലേക്ക് വരുമ്പോൾ മാരുതിക്ക് ഏറ്റവും കുറവാണ്. പിന്നെ ടൊയോറ്റ കുറച്ചും കൂടി കൂടും, ഹോണ്ടായി കുറച്ചും കൂടി കൂടും, കിയ ആകുമ്പോൾ കുറച്ചും കൂടി കൂടും. അങ്ങനെ കൂടി പോകും. എന്തായാലും 3000 ആ റേഞ്ചൊക്കെ വരും. ലാസ്റ്റ് 3000-1500 ഒക്കെ വരും. ഹോണ്ടായിക്കൊക്കെ 3500 റുപ്യ റേഞ്ച് വരുന്നുണ്ട് ഓട്ടോളപ്പിന്. അങ്ങനെയാണ്. അത് എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇനി ഈ വയറൊന്നും ആവശ്യമില്ല. 2 വയറേ ഉണ്ടാവും. ഒന്ന് അപ്പുറം കൊടുക്കാം, ഒന്ന് ഇപ്പുറം കൊടുക്കാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. കമ്പനി കിറ്റാകുമ്പോൾ അതാണ് ഗുണം. ഒന്നും ചെയ്യാനില്ല. 2 വയറേ ഉണ്ടാവും. ഒന്ന് അപ്പുറം കൊടുക്കാം, ഒന്ന് ഇപ്പുറം കൊടുക്കാം. വേറെ ഒന്നും ചെയ്യണ്ട. ഇത് കപ്ലർ മാത്രമേ അത്രേ ഉണ്ടാവും. വയറൊന്നും അതിന് കാണാനുണ്ടാവില്ല, ആവശ്യം ഉണ്ടാവില്ല. അതിന് അത്രേ വരൂ. വേറെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആണ്, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കല്ലേ. നമ്മൾ കുറെ വീഡിയോ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ഉപകാരം വേണമെങ്കിൽ വണ്ടി എല്ലാം കിടന്നാക്കാവുന്നത്. നമ്മളെ ഫ്ലോർ ചെയ്യുന്ന പോളിഷ് ചെയ്ത വീഡിയോ. പോളിഷ് ചെയ്യുന്ന ചിലപ്പോൾ സാധനം കിട്ടിയില്ലാന്ന് വരും. പക്ഷേ എഞ്ചിൻ ക്യാബിൻ കേൾക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഉണ്ട്. സാധനം വീട്ടിൽ കൊണ്ട് തരൂലേ ഐഡിയ. പിന്നെ എഞ്ചിൻ ക്യാബിൻ ക്ലീൻ ആക്കാം. എഞ്ചിൻ ക്യാബിൻ ക്ലീൻ ആക്കുന്നൊക്കെ എല്ലാവർക്കും ആണെങ്കിൽ ട്രൈ ചെയ്യാം. നമ്മൾ MPFയിലാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കാർബറേറ്ററും ചെയ്യാം. സിമ്പിളാണ്. കാർബറേറ്ററിൽ ധൈര്യം അത്രേ ഒഴിച്ചിട്ട് പണി ആ വീഡിയോ കാണുന്നത് പറയുന്ന പോലെ അതുപോലെ ചെയ്യാം. സുഷിന്റെ പണി വാങ്ങരുത്. കാരണം ഈസിയിൽ വെള്ളം അയക്കാനാ ചെറിയ MPF അല്ല, നമ്മളെ മാരുതിന്റെ ഈസി ഉള്ളിലാണ്. അതുകൊണ്ട് പേടിക്കണം. അതിനെ മാത്രമല്ല വീരന്റെ എല്ലാവരും I20 ഫ്രണ്ടിലല്ല വരുന്നത്. അതുപോലത്തെ ഒരുപാട് വണ്ടി ഉണ്ട്. അപ്പൊ ഈസി ഒക്കെ ശരിക്കും അങ്ങ് കയറിയാം. അതായത് എന്താ പറയാ, വയറും കപ്ലറും വരുന്ന സ്ഥലത്ത് അത്ര ചിന്തിച്ചാൽ മതി. ഓക്കെ, അല്ല വീഡിയോ കാണാൻ കൃത്യമായി പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലോർ ക്ലീൻ ആക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ഫ്ലോർ ക്ലീൻ ആക്കുന്ന അത്ര വലിയ പണിയൊന്നും ഇല്ല. ആർക്കും ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് അയച്ച് വൃത്തിയാക്കി നീറ്റായിട്ട് തിരിച്ചിടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റൂഫ് ക്ലീൻ ആക്കുന്ന അത് നിങ്ങൾക്ക് ഷാമ്പൂ മാസ്റ്റർ പീസ് ഷാമ്പൂ ഉപയോഗിച്ചിട്ട് കേട്ടോ. അത് അടിപൊളിയായിട്ട് എന്തായാലും വീട്ടിൽ എന്തായാലും ഷാമ്പൂ ഉണ്ടാവും. അടിച്ചു പൊളിച്ച് കഴിക്കോ. ഏത് വണ്ടിന്റെ അപ്പൊ